ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് 5 ഡെയിലി യൂസിങ് ഇംഗ്ലീഷ് ഇഡിയംസ് ആണ്. നിങ്ങൾക്കറിയാമല്ലോ, നേറ്റീവ് സ്പീക്കേഴ്സ്, അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്നവരെല്ലാം തന്നെ ഇഡിയംസ് ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനിൽ മനസ്സിലാകാതെ പോകുന്നത് അവർ ഇഡിയംസ് യൂസ് ചെയ്യുന്ന സമയത്താണ്. അതുകൊണ്ട് നമുക്ക് ഇഡിയംസ് അറിയാമെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുകയും നമുക്ക് ആ ഒരു സംഭാഷണം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡെയിലി നമ്മുടെ യൂസ് ചെയ്യുന്ന 5 ഇഡിയംസും അതിൻ്റെ ഒരു പ്രാക്ടീസുമാണ് ഞാൻ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഇഡിയം എന്ന് പറയുന്നത് ഓൺ ദ സെയിം പേജ്. ഓൺ ദ സെയിം പേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് ആദ്യം ആ വ്യക്തിയുടെ അഭിപ്രായം വ്യത്യസ്തമായിരുന്നു എന്ന് വിചാരിക്കാം. നിങ്ങളുടെ അഭിപ്രായവും അയാളുടെ അഭിപ്രായവും തമ്മിൽ വളരെ വ്യത്യസ്തമായിരുന്നു. നിങ്ങൾ അയാളെ കൺവിൻസ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് അയാൾ പറഞ്ഞു, ഓക്കെ, ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വേർഡ് യൂസ് ചെയ്യാം, ഓക്കെ, ഫൈനലി വി ആർ ഓൺ ദ സെയിം പേജ്. യെസ്, അവസാനം നമ്മൾ ഒരു അഭിപ്രായത്തിൽ എത്തി. വി ആർ ഓൺ ദ സെയിം പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ അഭിപ്രായത്തിൽ എത്തുക എന്നുള്ളതാണ്. ലെറ്റ്സ് ഡിസ്കസ് ദ പ്ലാൻ സോ ദാറ്റ് വി ആർ ഓൺ ദ സെയിം പേജ്. നമുക്ക് ഈ പ്ലാനിനെ പറ്റി ഡിസ്കസ് ചെയ്യാം, എന്നാലാണ് നമ്മളെല്ലാവരും ഒരു പേജ് ആവുക. അതായത് എല്ലാവർക്കും ആ കാര്യം മനസ്സിലായി, അതായത് അഭിപ്രായത്തിലെത്തുക അല്ലെങ്കിൽ ആ കാര്യം മനസ്സിലാക്കുക. എല്ലാവരും നിങ്ങളുടെ ഇപ്പോൾ ടീം വർക്ക് ആണെങ്കിൽ ആ ടീമിൽ എല്ലാവരും സെയിം പേജിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിനെപ്പറ്റി സെയിം കാഴ്ചപ്പാടും സെയിം അഭിപ്രായവുമാണ് എന്നാണ്. മൈ ഹസ്ബൻഡ് ആൻഡ് ഐ വെയർ ഓൺ ദ സെയിം പേജ് അബൌട്ട് അവർ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു കുട്ടികൾ എന്ത് ചൂസ് ചെയ്യണം, എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പറയാം, മൈ ഹസ്ബൻഡ് ഐ വെയർ ഓൺ ദ സെയിം പേജ്. അതായത് കുട്ടികളുടെ കാര്യത്തിൽ ഞാനും ഹസ്ബൻഡിനും ഒരേ അഭിപ്രായമായിരുന്നു. അതിനാണ് മൈ ഹസ്ബൻഡ് ഐ വെയർ ഓൺ ദി സെയിം പേജ് അബൌട്ട് അവർ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ നെക്സ്റ്റ് എക്സാമ്പിൾ, ബിഫോർ വി സ്റ്റാർട്ട് ദ പ്രോജക്റ്റ് ലെറ്റ്സ് മേക്ക് ഷുവർ വി ആർ ഓൾ ഓൺ ദ സെയിം പേജ്. നമുക്ക് ഈ പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾക്ക് ഉറപ്പ് വരുത്തണം നമ്മളുടെ എല്ലാവരുടെയും അഭിപ്രായം സെയിം ആണെന്നും എല്ലാവരുടെയും അണ്ടർസ്റ്റാൻഡിങ് സെയിം ആണെന്നും. അതാണ് ഓൺ ദ സെയിം പേജ് എന്ന ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, ഹാങ് ഇൻ ദെയർ. ഹാങ് ഇൻ ദെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു മടുപ്പായി, പക്ഷേ വേറൊരാൾ നിങ്ങളോട് പറയാം, നീ എന്തായാലും അവിടെ തന്നെ തുടരുക, ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യുക. ഹാങ് ഇൻ ദെയർ. ഹാങ് ഇൻ ദെയർ, യു വിൽ ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് സോൺ. നീ വിട്ടുകൊടുക്കരുത്, നീ എന്തായാലും നിൻ്റെ ഇംഗ്ലീഷ് നീ ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ നെക്സ്റ്റ് എക്സാമ്പിൾ, ഐ നോ ലേണിംഗ് ഇംഗ്ലീഷ് ഈസ് ഡിഫിക്കൽട്ട് ബട്ട് ഹാങ് ഇൻ ഡെയർ. എനിക്കറിയാം ഇംഗ്ലീഷ് പഠിക്കുന്നത് ടഫാണെന്ന്, എന്നാലും ഞാനത് തുടരുകയാണ്. ഹാങ് ഇൻ ഡെയർ, തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ. നീ ഇതിൽ തന്നെ തുടരുക, എന്തായാലും കാര്യങ്ങളെല്ലാം ശരിയാവും. ഇപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് വന്നിട്ട് പറയണം, എനിക്ക് ജോലി മടുപ്പായി. അപ്പം നമുക്ക് അവനോട് പറയാം, ഹാങ് ഇൻ ഡെയർ, നീ അവിടെ തന്നെ തുടരുക, തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ, കാര്യങ്ങളെല്ലാം ബെറ്ററായിട്ട് വരും. അതാണ് നെക്സ്റ്റ് ഇഡിയം. ഇതൊക്കെ നിങ്ങൾ ഡെയിലി ഒരാളോട് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഇഡിയംസ് ആണ്. അടുത്ത ഇൻ എ ഹറി. ഇൻ എ ഹറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി ധൃതിയിലാണ് എന്ന് സൂചിപ്പിക്കുന്നതിനാണ്. ഐ വാസ് ഇൻ എ ഹറി സോ ഐ ഫോർഗെറ്റ് മൈ ഫോൺ അറ്റ് ഹോം. ഞാൻ ഇത്തിരി ഹറിയിലായിരുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ വീട്ടിൽ വെച്ച് മറന്നുപോയി. ഡോണ്ട് ഈറ്റ് സോ ഫാസ്റ്റ്. വൈ ആർ യു ഇൻ സച്ച് എ ഹറി. നീ ഇങ്ങനെ വേഗത്തിൽ ഫുഡ് കഴിക്കല്ലേ. വൈ ആർ യു ഇൻ സച്ച് എ ഹറി. നീ എന്തുകൊണ്ടാണ് ഇത്രയും ധൃതി കാണിക്കുന്നത്. നെക്സ്റ്റ്, ഷീ ലെഫ്റ്റ് ദ ഹൗസ് ഇൻ എ ഹറി ബിക്കോസ് ഷീ വാസ് ലേറ്റ് ഫോർ വർക്ക്. അവൾ വീട്ടിൽ നിന്ന് വളരെ വേഗത്തിൽ പുറപ്പെട്ടു, കാരണം അവൾ ഓൾറെഡി വർക്കിൽ ലേറ്റാണ്. അപ്പോൾ ഇൻ എ ഹറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, എവിടെ പോകണം, എന്തിനാണ് ഇങ്ങനെ ഓടി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഐ ആം ഇൻ എ ഹറി, ഞാൻ ഇച്ചിരി ധൃതിയിലാണ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, കീപ്പ് ആൻ ഐ ഓൺ. കീപ്പ് ആൻ ഐ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ കുട്ടികളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ഒന്ന് പറയില്ലേ, ആ കൊച്ചിൻ്റെ മേലെ ഒരു കണ്ണ് വെച്ചേക്കണേ, അല്ലെങ്കിൽ ആ കൊച്ചിനെ ഒന്ന് നോക്കണേ. അതാണ് ഈ അർത്ഥമാക്കുന്നത്. അതായത്, ക്യാൻ യു കീപ്പ് ആൻ ഐ ഓൺ മൈ ബാഗ് വൈൽ ഐ ഗെറ്റ് സം വാട്ടർ. എൻ്റെ ബാഗിന്മേലൊന്ന് കണ്ണ് വെച്ചേക്കാമോ, ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരുന്ന സമയത്ത്. പ്ലീസ് കീപ്പ് ആൻ ഐ ഓൺ ദ ബേബി
ആ കുട്ടിയുടെ മേലെ ഒരു കണ്ണ് വെച്ചേക്കാമോ, അതിനൊന്ന് ശ്രദ്ധിച്ചേക്കാമോ? ക്യാൻ യു കീപ്പ് ആൻ ഐ ഓൺ ദ ഫുഡ് വൈൽ ഐ ആൻസർ ദ ഫോൺ? ഞാൻ ഈ ഫോണിൽ ഒന്ന് ആൻസർ ചെയ്യട്ടെ, അന്നേരത്തെ എൻ്റെ ഫുഡ് ഒന്ന് നോക്കാമോ? ഇത് നമ്മൾ മലയാളത്തിൽ ഒരു ദിവസം എത്ര പ്രാവശ്യം പറയുന്ന വേർഡാണ് കീപ്പ് ആൻ ഐ ഓൺ. നമ്മൾ എല്ലാവരോടും പറയില്ല, അതെ ഞാൻ പുറത്തേക്കൊന്ന് പോവുകയാണ് കേട്ടോ, എൻ്റെ ആ ഫുഡ് അല്ലെ എൻ്റെ ആ തുണികളൊക്കെ അഴയിലിട്ടിട്ടുണ്ടോ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, അല്ലെങ്കിൽ എൻ്റെ കൊച്ചവിടെ വീട്ടിൽ ഇരിപ്പുണ്ടോ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അവിടെ നമുക്ക് പറയാം കീപ്പ് ആൻ ഐ ഓൺ മൈ ബേബി. അതുപോലെ തന്നെ കീപ്പ് ആൻ ഐ ഓൺ മൈ ബാഗ്, എൻ്റെ ബാഗിലൊന്ന്, അല്ലെങ്കിൽ കീപ്പ് ആൻ ഐ ഓൺ മൈ ക്ലോത്ത്സ്. ഇതൊക്കെ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു നേറ്റീവ് സ്പീക്കറിനോട്, ഇപ്പോൾ നേറ്റീവ് സ്പീക്കർ നമ്മുടെ അടുത്ത് വന്നിരുന്നു, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് സംസാരിക്കുന്ന ആൾ നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് അവർ നമ്മളോട് പറയുകയാണ് കീപ്പ് ആൻ ഐ ഓൺ മൈ ബാഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണം, ഓക്കെ അയാൾ ബാഗ് ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് എന്ന്. നെക്സ്റ്റ്, ബെറ്റർ ലേറ്റ് ദാൻ എവർ. അതായത് നിങ്ങൾ ചില ആളുകളുണ്ട്, അവർ പറയും ഞാനിനി ഇത്ര വയസ്സായി, ഇനി എനിക്ക് ഡ്രൈവിംഗ് ഒന്നും പഠിക്കാൻ പറ്റില്ല എന്ന് പറയില്ല. അപ്പം നമുക്ക് പറയാം ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് ഇച്ചിരി ലേറ്റായിട്ട് ചെയ്യുന്നതാണേലും അതാണ് നല്ലത്. ദാൻ നെവർ, ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത്. ബെറ്റർ ലേറ്റ് ആയിട്ടാണേലും നല്ലതാണ് ദാൻ നെവർ, ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാളും. ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ഇംഗ്ലീഷ് അറ്റ് 33. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? 33 വയസ്സായപ്പോഴാണ്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ലേറ്റ് ആവുന്നതിനെ ഒട്ടും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ലേറ്റ് ആയിട്ടാണേലും ചെയ്യുന്നത്. ഹി ഫൈനലി സ്റ്റാർട്ടഡ് എക്സസൈസിങ്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അവൻ ഫൈനലി എക്സസൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ഭേദമല്ല ഇച്ചിരി ലേറ്റ് ആയിട്ടാണെല്ലാം ചെയ്യുന്നത്. ഷീ അപ്പോളജൈസ്ഡ് ആഫ്റ്റർ എ വീക്ക് ബട്ട് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും അവൾ അപ്പോളജൈസ് ചെയ്തു. അതായത് ഒരിക്കലും ആ മാപ്പ് പറയേണ്ടടുത്ത് മാപ്പ് പറയാതിരുന്നതിനേക്കാളും ബെറ്ററാണ്. അവൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും അവൾ മാപ്പ് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ യൂസ് ചെയ്യാം ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഈ എല്ലാ ഇഡിയംസും വെച്ചുകൊണ്ട്, ഈ 5 ഇഡിയം വെച്ച് ഞാനൊരു പാരഗ്രാഫാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. യെസ്റ്റർഡേ ഐ സ്റ്റാർട്ടഡ് എ ന്യൂ ഇംഗ്ലീഷ് കോഴ്സ്. My teacher explained the lessons and she made sure that everyone was on the same page. I was in a hurry in the morning, so I almost missed the class. During the lesson, my teacher told me, "Hang in there, your English is improving." At lunchtime, I asked my friend to keep an eye on my bag while I went to get some food. I started learning English a little late, but I always tell myself better late than never. ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം വളരെ സിമ്പിളായിട്ടുള്ള പാസ്റ്റ് ടെൻസ് വെച്ചാണ് എഴുതിയേക്കണത്. ഓൺ ദ സെയിം പേജ്, ഇൻ എ ഹറി, ഹാങ് ഇൻ ഡെയർ, കീപ്പ് ആൻ ഐ ഓൺ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എവിടെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഈ പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഗൈസ്.